ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് പൊന്നാനി താലൂക്ക് കൺവെൻഷനും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. പൊന്നാനി ചന്തപ്പടി PWD റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി NPFR സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനാഫ് താനൂർ ഉദ്ഘാടനം ചെയ്തു. അലി പൊന്നാനി അധ്യക്ഷത വഹിച്ചു. പൊന്നാനി MLA KP നൌഷാദ് അലി, നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, പൊന്നാനി സർക്കിൾ ഇൻസ്പെക്ടർ OK സതീഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി കൺവെൻഷനിൽ സംബന്ധിച്ചു. മുസ്തഫ ഹാജി, റഹീം പൂക്കത്ത്, റഷീദ്, C നുസ്രത്ത്, നസറുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി എന്നുള്ളതായിരുന്നു അത്. തുല്യതയും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഉയർത്തിയ വലിയ മുന്നേറ്റമുണ്ട്. അതുപോലെ റഷ്യൻ വിപ്ലവവും ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരായുള്ള ജനകീയ അഭിലാഷമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ വലിയ ചിന്തകൾ ഉയർന്നത്. ഒരുപക്ഷെ 1947 UN രൂപീകരിക്കപ്പെട്ടതുപോലും മനുഷ്യാവകാശം എന്ന വലിയ സങ്കല്പം മുൻനിർത്തിയാണ്. അതിൻ്റെ മുമ്പ് UN ആദ്യമ രൂപമായ സംഘടന ലീഗ് ഓഫ് നേഷൻസും രൂപീകരിക്കപ്പെട്ടത് മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. 1948 മനുഷ്യാവകാശ പ്രമേയം UN പാസ്സാക്കിയത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ എല്ലാ ഇന്ന് കാണുന്ന നയങ്ങളും നിയമങ്ങളും സങ്കല്പങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ രൂപപ്പെട്ടത്. അങ്ങനെ അത് നിർബാധം ഇന്ന് ലോകത്ത് മനുഷ്യാവകാശ സംഘങ്ങളും സംഘടനകളും ഉണ്ട്. ആംനസ്റ്റി ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഉണ്ട്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ ലോകത്ത് വലിയ അംഗീകാരമുള്ള ഒരുപാട് മനുഷ്യാവകാശ സംഘടനകളുണ്ട്. ഞാൻ ചില മനുഷ്യാവകാശ സംഘടനകളെയൊക്കെ ചില തട്ടിപ്പുടായ്പുകാരും മനുഷ്യാവകാശ സംഘടന എന്ന് പറഞ്ഞ രംഗപ്രവേശനം ചെയ്യുന്ന കാര്യമുണ്ട്. ആളുകളെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും പണം പിടുങ്ങുകയും ചെയ്യുന്ന മനുഷ്യാവകാശക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യാജ ബിംബങ്ങളും ഈ രംഗത്തുണ്ട്. അത് എൻ്റെ നാട് അരീക്കോടാണ്. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്താണ് നിലമ്പൂരൊക്കെ. അവിടെയൊക്കെയാണ് കാടൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ വനസംരക്ഷകരായിട്ട് വരുന്നത് കാട്ടുകൊള്ളക്കാർ തന്നെയാണ്. അപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ഒരു വനസംരക്ഷണ പ്രകൃതി സംരക്ഷണ സംഘടനയുണ്ടാവും.